ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റുകൾ. ഇന്ന് നമ്മുടെ കിച്ചണിൽ വളരെ ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയിട്ടുള്ളൊരു അവലും കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മിക്സറാണ് തയ്യാറാക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടി അല്ലെങ്കിൽ കുഞ്ഞു കിറ്റി പാർട്ടീസ് ഒക്കെ ഉള്ളപ്പം നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമ്മുടെ ഈ ഒരു അവൽ മിക്സർ. ഇന്നത്തെ നമ്മുടെ ഈ ഒരു അവൽ മിക്സർ തയ്യാറാക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഇതിൽ ചേർക്കുന്ന സ്പെഷ്യൽ ഒരു മസാലക്കൂട്ടും നിങ്ങൾക്ക് മുന്നേ കാണിച്ചു തരുന്നുണ്ട്. അപ്പം ഈ ഒരു അടിപൊളി മിക്സർ വിത്ത് മസാലക്കൂട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ കേട്ടോ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ല്. അപ്പം വേഗം നമ്മുടെ ഈ ഒരു അടിപൊളി റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പം നമ്മുടെ ഈ ഒരു അവൽ മിക്സർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പോഹ അവലാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ പോഹ ഒക്കെ തയ്യാറാക്കുന്ന അവലാണ്, സാധാരണ ചെറുതായിട്ട് ഒരു കട്ടി കൂടുതലുള്ള അവലാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു അവൽ ഒരു 4 കപ്പോളം, അതായത് നമ്മുടെ 1/2 കിലോയിലും നമുക്ക് അവലെടുക്കാം. ഒരു ബൗളിലോട്ട് 4 കപ്പ് അവലെടുത്തതിന് ശേഷം ഒരു പ്ലേറ്റും ഒരു സ്ട്രെയിനറും കൂടെ എടുക്കാം. ഈ സ്ട്രെയിനറിലോട്ട് നമുക്ക് കുറേശ്ശെ അവൽ ചേർത്ത് നന്നായിട്ടൊന്ന് തെള്ളിയെടുക്കാം. നമ്മൾ ഇതുപോലെ തെള്ളിയെടുക്കുന്നതിന് കാരണം ഇതിൻ്റെ പൊടി അംശം കുറേ കാണും. അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എണ്ണയിൽ ഒന്ന് റോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കിന് പൊടിയൊന്നും വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് തെള്ളിയെടുക്കുന്നത്. ഇതുപോലെ തന്നെ തെള്ളിയെടുത്തതിന് ശേഷം നമുക്ക് വേറെ ഒരു ബൗളിലോട്ടോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലോട്ടോ ജസ്റ്റ് ഒന്ന് മാറ്റി ചേർക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം അവൽ ഒന്ന് തെള്ളിയെടുക്കാം. അവൽ ഇതുപോലെ എല്ലാം തെള്ളിയെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി എടുത്തിട്ടുണ്ട്. കടായിലോട്ട് ആവശ്യമനുസരിച്ച് ഓയിൽ ചേർത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായ ശേഷം നമ്മൾ കുറച്ച് മുന്നേ എടുത്തിരിക്കുന്ന ആ സ്ട്രെയിനർ നമുക്ക് ഈ ഓയിലിലോട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/4 കപ്പ് കപ്പലണ്ടി, അതായത് നമ്മുടെ കടല ചേർക്കാം. ഈ കടല നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായിട്ടൊരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ, നല്ല ക്രിസ്പി ആവുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. നോക്കിക്കോളൂ, നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയെല്ലാം നന്നായിട്ടൊന്ന് റിമൂവ് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്ട്രെയിനർ ഒന്ന് ഇതുപോലെ ഒന്ന് കൊട്ടിയെടുക്കാം. അതിനുശേഷം ഈ ഒരു കപ്പലണ്ടി, അതായത് ഈ ഒരു കടല നമുക്ക് വേറെ പ്ലേറ്റിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം. ഇനി ഇതേ ഓയിൽ സ്ട്രെയിനർ വെച്ചതിന് ശേഷം ഒരു 1/2 കപ്പ് നമ്മുടെ പൊട്ടുകടല ചേർത്ത്, നമ്മുടെ ചമ്മന്തിയൊക്കെ അരയ്ക്കുന്നത് മിക്സറിലൊക്കെ യൂസ് ചെയ്യുന്ന പൊട്ടുകടല നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം ഈ വകയും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് നമ്മൾ ഫ്ലെയിം നന്നായിട്ട് സൂക്ഷിച്ച് വേണം നമുക്ക് ഇത് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പൊട്ടുകളെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി ഇതേ സെയിം ഓയിലും സെയിം സ്ട്രെയിനർ വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് നാളികേരവും കൂടെ ഒന്ന് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ വകയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നാളികേരം റോസ്റ്റ് ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലോട്ട് ജസ്റ്റ് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി ഇതേ സെയിം ഓയിലും സെയിം സ്ട്രെയിനറിലോട്ട് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും അതും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റോസ്റ്റ് ചെയ്യാം. നമ്മുടെ കാഷ്യൂവും കൂടെ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതും കൂടെ നമുക്കൊരു പ്ലേറ്റിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം. ഇനി സെയിം കടായിലോട്ട് നമുക്ക് കുറച്ച് കിസ്മിസും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏറെ കിസ്മിസ് ഉണ്ടെങ്കിൽ കിസ്മിസ് ആഡ് ചെയ്തല്ലോ കേട്ടോ. കിസ്മിസ് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു മിക്സറിന് നല്ലൊരു ടേസ്റ്റാണ്. എൻ്റെ കയ്യിൽ കുറച്ചേ ഉള്ളായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ചേ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതും കൂടെ നന്നായിട്ട് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. നമ്മൾ വേറെ പ്ലേറ്റിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം കേട്ടോ. ഈ റോസ്റ്റ് ചെയ്ത് എല്ലാം ഒരു പ്ലേറ്റിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്താൽ മതി. ഇനി നമുക്ക് ഒരു 2 മീഡിയം സൈസുള്ള പച്ചമുളക് ഞുറുക്കി വെച്ചിട്ടുണ്ട്, തീരെ നൈസായിട്ട്. അതും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ടത് റോസ്റ്റ് ചെയ്തെടുക്കാം. പച്ചമുളകും കൂടി നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഞാൻ തീരെ നൈസായിട്ട് ഞുറുക്കി വെച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ വക നന്നായിട്ടൊന്ന് റോസ്റ്റായി നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ ഈ ഒരു മിക്സറിന് വരുന്നത്. അപ്പം നന്നായിട്ടൊരു ഗോൾഡൻ ഷെയ്ഡ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു വേറെ പ്ലേറ്റിലോട്ട് മാറ്റുന്നതിന് മുന്നേ നമുക്ക് ഇതിലോട്ട് കുറച്ച് വത്തലമുളകും കൂടെ ജസ്റ്റ് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആവുന്നിടം വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ കറിവേപ്പിലയും കൂടെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലോട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി നമുക്ക് അവലൊന്ന് പൊട്ടിച്ചെടുക്കാം. നോക്കിക്കോളൂ, ഇതുപോലെ ആഡ് ചെയ്യുമ്പോൾ അവൽ നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറേശ്ശെ അവൽ ചേർത്ത് ഇതുപോലെ ഒന്ന് മുരിച്ചെടുക്കാം കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് മുരിച്ചെടുക്കാം. മിക്സ് ചെയ്യുക, നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ഡയറക്റ്റ്ലി ഓയിലിലോട്ട് ചേർക്കുമ്പോഴത്തേക്ക് നമുക്ക് കോരിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒരു സ്ട്രെയിനർ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി വേയിൽ നമുക്ക് നമ്മുടെ അവലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് വേണം നമ്മുടെ ഈ ഒരു അവൽ നമുക്ക് പൊട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ
നമ്മുടെ അവൽ പെർഫെക്റ്റ് ആയിട്ട് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ നന്നായിട്ടൊന്ന് റിലീസ് ചെയ്തതിന് ശേഷം, അതായത് സ്ട്രെയിനർ ഒന്ന് തട്ടി നമുക്ക് ഓയിൽ ഒന്ന് റിലീസ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് വലിയൊരു ബൗളിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം കേട്ടോ. ഇതേ സെയിം രീതിയിൽ ബാക്കിയുള്ള അവലും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നോക്കിക്കോളൂ, ഞാൻ അവലും നമ്മുടെ നട്ട്സും എല്ലാം റോസ്റ്റ് ചെയ്ത് നമ്മുടെ ഒരു സൈഡിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അവലാണെങ്കിലും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമ്മുടെ അവല് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ വക ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കാനുള്ള മസാല കൂട്ട് തയ്യാറാക്കാം. ഒരു മിക്സി ജാർ എടുക്കാം, അതിലോട്ട് 1 ടീസ്പൂൺ നമ്മുടെ പെരിഞ്ജീരകം ആഡ് ചെയ്യാം. പെരിഞ്ജീരകം ആഡ് ചെയ്തതിന് ശേഷം 1/2 ടീസ്പൂൺ നമ്മുടെ സാധാരണ ജീരകം ചേർക്കാം. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ മല്ലിക്കൊത്തും ആഡ് ചെയ്യാം. മല്ലിക്കൊത്ത് ആഡ് ചെയ്തതിന് ശേഷം ഉപ്പ് ആവശ്യമനുസരിച്ച് ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം. ഇനി ഈ വക എല്ലാം ലിഡിട്ട് ക്ലോസ് ചെയ്ത് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് കൊണ്ടുവരാം. നല്ല ഫൈൻ പൗഡറാക്കി നമുക്ക് എടുക്കാം. നോക്കിക്കോളൂ, നന്നായിട്ടൊരു ഫൈൻ പൗഡറാക്കി നമ്മൾ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 1 to 2 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ആഡ് ചെയ്യാം. നമ്മൾ നേരത്തെ പഞ്ചസാര ആഡ് ചെയ്ത് പൊടിക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു മിശ്രിതം ഒട്ടിപ്പിടിക്കുന്ന പോലെയാവും. അതുകൊണ്ടാണ് നമ്മൾ പിന്നീട് അടിക്കുന്നത്. ലിഡിട്ട് ക്ലോസ് ചെയ്ത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. നോക്കിക്കോളൂ, നന്നായിട്ട് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിലൊന്ന് താളിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി എടുക്കാം. ആ കടായിലോട്ട് നമ്മൾ കുറച്ച് മുന്നേ അവലൊക്കെ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഓയിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ നമുക്ക് ഇതിലോട്ട് ചേർക്കാം. ഓയിൽ ചേർത്തതിന് ശേഷം ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണ് നമ്മുടെ വെള്ള എള്ള്, വൈറ്റ് സീസം സീഡ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. എള്ള് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു അവൽ മിക്സറിന്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു വെള്ള എള്ള് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നിടം വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ കുറച്ച് മുന്നേ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മസാലക്കൂട്ട് നമുക്ക് ഈ ഒരു എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം. അതിൻ്റെ പച്ചമണം എല്ലാം മാറുന്നിടം വരെ ജസ്റ്റ് ഒന്ന് വഴട്ടിയെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നോക്കിക്കോളൂ, നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു മസാലക്കൂട്ട് നമ്മുടെ അവലിലോട്ട് നമുക്ക് ചേർത്ത് ഒഴിച്ചെടുക്കാം. ഈ ഒരു മസാലക്കൂട്ട് നമുക്ക് അവലിലോട്ട് നന്നായിട്ടൊന്ന് ഒഴിച്ചെടുക്കാം. നോക്കിക്കോളൂ, ഞാൻ ഈ അവൽ മിക്സറിലോട്ട് നമ്മുടെ ഈ ഒരു മസാലക്കൂട്ട് ചേർക്കുന്നുണ്ട്. നല്ല സ്മെല്ലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മിക്സറും, അതായത് ഈ ഒരു മസാലയ്ക്ക്. നിങ്ങൾ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കൂട്ടാണ്. അപ്പം നമുക്ക് ഈ വക എല്ലാം നന്നായിട്ടൊരു മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് ആദ്യം നന്നായിട്ട് എണ്ണ നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പം നന്ന ചൂടുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കൈയും കൊണ്ട് ഒന്ന് ഇതുപോലെ ലൈറ്റായിട്ട്, അധികം പ്രസ് ചെയ്യല്, കാരണം അവലെല്ലാം പൊടിഞ്ഞു പോകും. സോ ലൈറ്റായിട്ടൊന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നോക്കിക്കോളൂ, നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും കരിവേപ്പിലയും ആ മുളകും കാഷ്യൂ നട്ട്സും അവയൊക്കെ എല്ലാം നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇതിലോട്ട് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് കൈയും കൊണ്ട് അല്ലെങ്കിൽ ടോസ് ചെയ്താണല്ലോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സാക്കി നമ്മൾ ഈ ഒരു അവൽ മിക്സർ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു അവൽ മിക്സറാണ് ഇത്. നമുക്ക് നമ്മുടെ ഒരു കുപ്പി ഭരണിയിലോ അല്ലെങ്കിൽ നമ്മുടെ ടിന്ന്, നമ്മുടെ സ്റ്റീലിൻ്റെ ഡെപ്പിയോ എന്തെങ്കിലും ഒരു ഡെപ്പി ഉണ്ടെങ്കിൽ അതിലോട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഒരു 10-20 ദിവസമോ അല്ലെങ്കിൽ ഒരു മാസത്തോളം നമുക്ക് ഇത് യൂസ് ചെയ്യാം. അധികമൊന്നും നിൽക്കാൻ പോകുന്നില്ല, കാരണം കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിലും ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നമുക്ക് സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിക്സറാണ്. സോ എല്ലാവർക്കും വളരെ ഏറെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇതൊരു സെർവിങ് ബൗളിലോട്ടും ഒരു ചെറിയൊരു ഡെപ്പിയിലോട്ടൊക്കെ സെർവ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ നല്ല രീതിയിൽ ഞാനിവിടെ സെർവിങ് ബൗളിലോട്ടും ഒരു ഡെപ്പിയിലൊക്കെ ഞാൻ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുട്ടികളൊക്കെ വരുമ്പോൾ, സ്കൂൾ വിട്ട് വരുമ്പോഴും കൊടുക്കാനും നമ്മുടെ ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിക്സറാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ അടുത്ത പുതിയൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.